ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ സംവിധായകൻ പ്രവീൺ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഹലോ മലയാളത്തിൽ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. പ്രവീൺ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാം. വല്ലാത്തൊരു സ്ട്രെസ്സും മാനസിക സംഘർഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടമായിരിക്കും ഇത്. പ്രവീൺ, അതിനൊക്കെ അപ്പുറം നമ്മുടെ നാട്ടിൽ ഒരു കലാസൃഷ്ടി, ഒരാൾക്ക് അത് സിനിമ, ഒരു മനുഷ്യനെ സംബന്ധിച്ച്, സിനിമാ മോഹികളായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു സിനിമ എന്ന് പറയുന്നത് അവരുടെ എത്രയെങ്കിലും കാലത്തെ സ്വപ്നമായിരിക്കും. അതിനുവേണ്ടി അവരുടെ ഈ എല്ലാ ഇഷ്ടങ്ങളും മാറ്റിവെച്ച് അതിൽ അത്രയും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കലാസൃഷ്ടിയാണ് സിനിമ. ആ സിനിമ പുറത്തിറക്കണമെങ്കിൽ അത് കോടതി പോലും കണ്ട് ബോധ്യപ്പെടണം എന്നൊരു ഗുരുതരമായ, ഒരു അസാധാരണമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു വിഷയത്തിൽ അങ്ങേക്ക് ആദ്യം തന്നെ പറയാനുള്ളത്? നിലനിൽക്കുന്നുണ്ട് എന്നെനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്ന് പറയുന്നതായിരിക്കും അതിന് കൃത്യമായ ഒരു വിശകലനം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതേ നാട്ടിൽ തന്നെയാണ് ജാനകി രാമേ, പട്ടാളം ജാനകി തുടങ്ങിയ എല്ലാ സിനിമകളും റിലീസായിട്ടുള്ളത്. അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു, അതാണ് യാഥാർത്ഥ്യം. യെസ്, ഈ ജാനകി വിവാദം അതിനിപ്പം കോടതി കണ്ട് ബോധ്യപ്പെടണം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സംവിധായകന്റെ പ്രതീക്ഷ? ഇപ്പോൾ കോടതിയിൽ നിന്ന് എങ്ങനെ ഒരു വിധി ഉണ്ടാവും, കോടതി എന്താകും പറയുക എന്നാണ് തോന്നുന്നത്? അല്ല, തീർച്ചയായിട്ടും അത് ഇപ്പം CBFC പോലൊരു അത്രയും വലിയൊരു ഓട്ടോണമസ് ബോഡി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്ഥാപനമാണത്. അപ്പൊ അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പം എന്തുകൊണ്ടാണ് എന്ന് അവർ കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം എത്രത്തോളം നിലനിൽക്കുന്നതാണ് എന്ന് അറിയുവാനും, അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ഈ സിനിമയിൽ ബാധകമാണോ അതിനെ വിലയിരുത്താനുമാണ് കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും കോടതി സിനിമ കാണുന്നതോടുകൂടി എന്താണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഇനി അതല്ല, കോടതി കണ്ട് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ട് എന്ന് കോടതിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് തിരുത്തുവാനും തയ്യാറാണ്. അതെ പ്രവീൺ, ഇതിൽ മറ്റൊരു കാര്യം, ഇതിപ്പം കോടതിക്കും പൊതുജനങ്ങൾക്കും വാർത്ത കാണുന്നവർക്കും ഒന്നും മനസ്സിലാകാത്തൊരു കാര്യം, ഇതിൽ എന്തിനാണ് ഈ ഒരു വിവാദം എന്നുള്ളതാണ്. ജാനകി എന്നുള്ളൊരു പേര് ആരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് സെൻസർ ബോർഡിനും നിലവിൽ ഉത്തരവില്ല. എക്സാക്ട്ലി, അതൊരു ചോദ്യമാണ്. കാരണം ഒരു ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ഒരു ഹിന്ദുവായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. ഇതെവിടെയാണ്, എങ്ങനെയാണ്, ആർക്കാണ് വേദനിക്കുന്നത് എന്ന് ഒരുപക്ഷെ എനിക്കും തോന്നുന്നൊരു കാര്യം, നമ്മള് ഈ കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തിന് നമ്മൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല അവര് ഇന്ത്യ പോലൊരു മഹാരാജ്യത്തെ ഓരോ കാര്യങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അവർ വിലയിരുത്തുന്ന അങ്ങനെ ആവില്ല. ചിലപ്പം അവരുടെ പെർസ്പെക്റ്റീവിൽ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ. അത് കൃത്യമായിട്ട് കോടതി കാണുമ്പം മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. പ്രവീൺ, ഇതിപ്പോൾ ഈ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അതിന്റെ വിവാദങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. കോടതി അതിലൊരു തീരുമാനമൊക്കെ എടുക്കട്ടെ, നല്ല ശുഭപ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യാം. പക്ഷെ അപ്പോഴും സംവിധായകന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടോ? അതിനകത്ത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മളായിട്ട് ഇതൊന്നും ഉണ്ടാക്കുന്നതല്ലല്ലോ. ഇത് ഇപ്പൊ അവരെ സംബന്ധിച്ചും CBFCയെ സംബന്ധിച്ചും അവർക്കും ഇത് ഈ പറയുന്നത് പോലെ അവർക്കറിയാൻ മേലാത്ത ഒന്നുമില്ല. ഇതിലെ പൊളിറ്റിക്സുകളും കാര്യങ്ങളും, ഈ സിനിമയിൽ ആരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അറിഞ്ഞുകൊണ്ടും അവരിങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഇന്നലെ പോലും കോടതിയിൽ അവർക്ക് വേണ്ടി ഹാജരായത് PY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകന്റെ മകൻ അഭിനവ് ചന്ദ്രചൂഡാണ് ഹാജരായത്. അപ്പം അത്രയും വലിയൊരു സിറ്റിംഗിലേക്ക് പോകാനായിട്ട് ഏകദേശം എനിക്ക് എന്റെ അറിവനുസരിച്ച് നല്ല എമൗണ്ട് ആവുന്നുണ്ട്. അദ്ദേഹത്തെ പോലൊരു അഭിഭാഷകൻ കോടതിയിൽ CBFCക്ക് കൊണ്ട് ഹാജരാകുമ്പോൾ അവരത്ര സീരിയസ് ആയിട്ടാണ് ആ കാര്യത്തെ കണ്ടിരിക്കുന്നത്. അത് എങ്ങനെയാണ് അങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ കോടതി തന്നെ ചോദിച്ചായിരുന്നു, പേര് മാറ്റിയാൽ ഈ വിവാദം അവസാനിക്കുമോ എന്ന് സെൻസർ ബോർഡിനോട് ചോദിച്ചിരുന്നു. അപ്പൊ ഇനി പേര് മാറ്റണം എന്ന് പറയുകയാണെങ്കിൽ അതിന് ഈ അണിയറ പ്രവർത്തകർ, സംവിധായകനടക്കം തയ്യാറാകുമോ? ആത്യന്തികമായിട്ട് സിനിമ ഇറങ്ങുവാനായിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. എല്ലാവർക്കും സിനിമ കാണണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെടുന്നത്. കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് കഷ്ടപ്പാടെന്ന്. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റന്റായിട്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റായിട്ട് നിൽക്കുന്ന പിള്ളേരോട് പറയാറുണ്ട്, ഒരു 5-6 വർഷം നിങ്ങൾ MBBS പഠിക്കാൻ പോയാൽ നിങ്ങൾ ഡോക്ടറാവും, അല്ലെങ്കിൽ 6 വർഷം നിങ്ങൾ LLB പഠിക്കാൻ പോയാൽ നിങ്ങൾ വക്കീലാവും. ഒരു സിനിമ സംവിധായകനാകുക അല്ലെങ്കിൽ സിനിമയിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞ് 10-15 വർഷം അതിൻ്റെ കൂടെ നടന്നാൽ പോലും എത്തണമെന്നില്ല. കാരണം യാതൊരു വിധത്തിലും ആർക്കും ഒരു തരത്തിലും ഒരു ഗ്യാരണ്ടിയും പറയുവാൻ പറ്റാത്ത ഒരു മേഖലയാണ് സിനിമാ മേഖല. അപ്പൊ അവിടെ ഒരു സിനിമയുമായിട്ട് ഇവിടം വരെ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഇപ്പൊ അവസാന നിമിഷം ഹൈക്കോടതിയുടെ വാതിൽക്കലാണ്, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മുമ്പിലാണ് ഞാൻ എത്തിച്ചെന്ന് നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു നല്ല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
പ്രവീൺ, ഇതിപ്പോ ഒരു സിനിമയുടെ കാര്യം മാത്രമല്ല, എത്രയെത്ര സിനിമകളാണ് ഇങ്ങനെ സെൻസർ ബോർഡിന്റെ കത്തിക്കിരയാക്കപ്പെട്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ പഞ്ചാബ് 95 അത് 127 കട്ടുകളാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇപ്പം അവരൊരു നിലപാടെടുത്തു, ആ സിനിമ ഇറങ്ങിയില്ലെങ്കിൽ വേണ്ട, അതിനെ ഇങ്ങനെ കൊല്ലേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് എമ്പുരാൻ അടക്കം സിനിമകൾക്ക് സെൻസർ ബോർഡിന്റെ കത്തി വയ്ക്കേണ്ട സാഹചര്യമൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു നിലപാടിലേക്ക് സെൻസർ ബോർഡ് പോയാൽ അത് ഈ സിനിമാ മേഖലയിൽ തന്നെ പേടിയോടുകൂടി അല്ലെങ്കിൽ ആശങ്കയോടുകൂടി മാത്രമല്ല ഇവർക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്വതന്ത്രമായ ഒരു ചിന്താഗതിയോടുകൂടി സിനിമ എടുക്കാം, സിനിമ സംവിധാനം ചെയ്യാം എന്ന് ആഗ്രഹിച്ചു വരുന്ന ചെറുപ്പക്കാർക്കൊക്കെ വലിയൊരു ആശങ്കയിലേക്ക് കൂടി എത്തിക്കുന്ന രീതിയിലല്ലേ ഇപ്പോൾ സെൻസർ ബോർഡിന്റെ നടപടികളും നിലപാടുകളും ഒക്കെ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം ഈ സിനിമ ഞാൻ 2018 സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്നത്. ഇപ്പൊ ഇത് റിലീസിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് ഞാനിനി അടുത്ത ഒരു സിനിമ എഴുതാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർ അടുത്ത ഒരു സിനിമ എഴുതുവാനായിട്ടോ ചിന്തിക്കുവാനോ ചെയ്യുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് പേര് കൊടുക്കും, അല്ലെങ്കിൽ ഇത് കൊടുത്താൽ എന്തെങ്കിലും വിഷയമാവും, ഒരു സ്ഥലം, നാമം, സന്ദർഭം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസിഡന്റുകൾ. നമ്മൾ കലാകാരന്മാർ എപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അത് അവനവന്റെ ഒരു ഭാവനയിലേക്ക് മാറ്റി അതിനെ ഫിക്ഷൻ ചെയ്തിട്ടായിരിക്കും ഒരു സ്റ്റോറി അല്ലെങ്കിൽ പ്ലോട്ടിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഇവിടെ എല്ലാം തടസ്സങ്ങളാണ്. നമ്മളൊരു കഥാപാത്രത്തിന്റെ പേര് എഴുതുക, ഒരു സ്ഥലത്തിന്റെ നാമം, അല്ലെങ്കിൽ ഈവൻ ഒരു വണ്ടിക്ക് പോലും ഒരു പേര് കൊടുക്കുക, എന്തും എവിടെയും പ്രശ്നമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആർക്കും എവിടെയും ചെന്ന് ഒരു വെറുതെ എന്റെ ഏതെങ്കിലും വികാരം മരണപ്പെട്ടു എന്ന് പറഞ്ഞൊരു കോടതിയിൽ ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് ഒരു ഫീസ് അടപ്പിച്ചൊരു പേപ്പർ കൊടുത്താൽ തടയുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ അവിടെ തീർന്നു ഞങ്ങളുടെ എല്ലാവരുടെയും സ്വാതന്ത്ര്യം, ഞങ്ങളുടെ എല്ലാവരുടെയും. ഇന്നലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ജാനകിയുടെ വിവാദം അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വിധി വന്ന സമയത്ത് ബി ഉണ്ണികൃഷ്ണന്റെ അടക്കം പ്രതികരണങ്ങളിൽ വന്ന ഒരു കാര്യം, അദ്ദേഹത്തെ 10-25 സിനിമകൾ ഇപ്പോൾ തന്നെ ഷൂട്ടിങ്ങിൽ നടക്കുന്നുണ്ട്, ഷൂട്ടിംഗ് പുരോഗതിയിലാണ്. ഇവരൊക്കെയും വിളിച്ച് ചോദിക്കുന്നത്, ഞങ്ങൾ ഈ ഒരു പേരിട്ടാൽ എന്തെങ്കിലും കുഴപ്പമാകുമോ, ഞങ്ങൾ ഈ ഒരു സന്ദർഭം ഈ സിനിമയിൽ വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമാകുമോ, ഇത് എങ്ങനെയാണ്, ഇത് കുഴപ്പമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുക തുടങ്ങി അദ്ദേഹത്തിന് നിരവധി ഫോൺ കോളുകൾ വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി ഇവിടെ ഈ നിലനിൽക്കുന്നുണ്ട് സെൻസർ ബോർഡിന്റെ ഈ നടപടികൾ കാരണം. നിരവധി പേര് എന്നെ വിളിക്കുന്നുണ്ട്, എന്താണ് ഇതിന്റെ വിഷയം, എങ്ങനെയാണ്. ഒരുപാട് പേര് ഇപ്പൊ എന്റെ ഓരോ സുഹൃത്തുക്കൾ സിനിമ സംഭവിക്കുന്നുണ്ട്. കുറെ പേര് എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു, എടാ ഇങ്ങനെ ഒരു ഇതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്, ഇതിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാവുമോ, ചെയ്തത് നമുക്ക് പറയാൻ പറ്റില്ല, ഇത് എന്തെങ്കിലും വിഷയം ഉണ്ടാവുമെന്ന് കരുതിയല്ലോ നമ്മൾ ഈ പേരിടുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യത്തിൽ CBFC കുറച്ചുകൂടി നല്ലൊരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്താണ് ഒരു ക്ലാരിറ്റി കുറച്ചുകൂടെ ഇതിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അത് സഹായകരമാവും ഭാവിയിൽ. ശരി പ്രവീൺ, എന്താണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒരു നല്ലൊരു വിധിയിലേക്ക് എത്തട്ടെ, ശുഭപ്രതീക്ഷയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. നല്ലൊരു തീരുമാനം, നല്ലൊരു വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ.